എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സപ്തധാതുക്കളും ഗ്രഹങ്ങളും. ഇത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. എന്താണ് സപ്തധാതുക്കൾ എന്ന് ആദ്യം പറഞ്ഞതിന് ശേഷം നമ്മൾക്കിതിനെ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താം. നമ്മൾക്കറിയാം, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുമാണ്. നമ്മുടെ ഈ ഭൗതിക ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭൗതിക ശരീരം നിർമ്മിക്കാൻ ഉതകുന്ന വസ്തുക്കളെയാണ് നമ്മൾ, അല്ലെങ്കിൽ അടിസ്ഥാന ഘടകങ്ങളെ നമ്മൾ ധാതുക്കൾ എന്ന് പറയുന്നു. ഇത് നമ്മൾക്ക് ലഭിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നാണ് എന്ന് പറയാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ആദ്യം രൂപീകൃതമാകുന്നത് ധാതു എന്ന് പറയുന്നത് രസമാണ്. ഈ രസത്തിൽ നിന്നും രക്തവും, രക്തത്തിൽ നിന്ന് മാംസവും, മാംസത്തിൽ നിന്ന് മേധസ്സും, മേധസ്സിൽ നിന്ന് അസ്ഥിയും, അസ്ഥിയിൽ നിന്ന് മജ്ജയും, മജ്ജയിൽ നിന്ന് ശുക്ലവും ഉണ്ടാകുന്നു എന്ന് സാമാന്യേന പറയാം. അല്ലെങ്കിൽ ഇത് ധാതുക്കളുടെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗമനം അല്ലെങ്കിൽ മാറ്റം എന്ന് പറയാം. ഈ സപ്തധാതുക്കൾ, അതിനോടനുബന്ധിച്ച് പഠിക്കേണ്ട രണ്ട് വസ്തുക്കളാണ് ഉപധാതുക്കളും മലവും. അതായത് ഓരോരോ ധാതുവിനും ഉപധാതുക്കൾ ഉണ്ട്. അതായത് സുപ്പീരിയർ പ്രൊഡക്റ്റ് എന്ന് പറയാം. ആ ഉപധാതുക്കൾ എടുക്കുന്നത് ഈ ധാതുവിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഉപധാതു ഉണ്ടാകുന്നത് ഈ ധാതുവിൽ നിന്നാണ് എന്ന് പറയാം. ഇങ്ങനെ ഉപധാതുക്കൾ ഉണ്ടാകുമ്പോൾ മലവും രൂപീകൃതമാകും. മലം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇൻഫീരിയർ അല്ലെങ്കിൽ വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾക്ക് കരുതാം. അങ്ങനെ ഓരോ ധാതുവിനും ഉപധാതുവും അതുപോലെ തന്നെ മലവും ഉണ്ട്. ഇങ്ങനെയാണ് ധാതുക്കളെ കുറിച്ചിട്ടുള്ള സാമാന്യമായിട്ടുള്ള വിവരണം. ഇനി നമ്മൾക്കതിൻ്റെ ഓരോരോ തലങ്ങൾ പഠിക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിൻ്റെ സാരാംശം, അതാണ് രസമായിട്ട് മാറുന്നത്. രസം എന്ന ധാതുവിൻ്റെ ഉപധാതുവാണ് സ്തന്യം. പ്രസവിച്ചു കഴിഞ്ഞ ഒരു സ്ത്രീയുടെ മുലപ്പാൽ രസം എന്ന ധാതുവിൽ നിന്ന് ഡയറക്റ്റായിട്ട് വരുന്നതാണ് എന്ന് പറയാം. അതുപോലെ തന്നെ കഫം എന്ന് പറയുന്നത് രസം എന്ന ധാതുവിൻ്റെ മലമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രയാസങ്ങൾ അല്ലെങ്കിൽ വളരെ കൂടിപ്പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കഫമായിട്ട് മാറും എന്നുള്ളതാണ് പറയുന്നത്. ഒരു വേസ്റ്റായിട്ട് മാറുന്നതാണ്. ശരീരം പുറത്ത് കളയുന്നതിനെയാണ് ഇവിടെ മലം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ രസം എന്ന ധാതുവിൻ്റെ മലമാണ് കഫം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സുപ്പീരിയർ പ്രൊഡക്റ്റായിട്ട് നമ്മൾക്ക് സ്തന്യത്തെ പറയാം, മുലപ്പാലിനെ പറയാം. അതായത് ഉപധാതു. രസം എന്ന ധാതുവിൽ നിന്നാണ് പിന്നീട് രക്തം ഉണ്ടാകുന്നത്. ഭക്ഷണത്തിൻ്റെ അടുത്ത രൂപാന്തരമാണത്. രണ്ടാമത്തെ ധാതുവായിട്ടുള്ള രക്തം. രക്തക്കുഴലുകൾ എന്ന് പറയുന്നത് രക്തത്തിൻ്റെ ഉപധാതുക്കളായിട്ട് നമ്മൾക്ക് പറയാം, ഉപധാതുവായിട്ട് പറയാം. അതുപോലെ തന്നെ പിത്തം എന്ന് പറയുന്നത് രക്തത്തിൻ്റെ മലമാണ്. മീൻസ് അതിൻ്റെ ഒരു ഇൻഫീരിയർ പ്രൊഡക്റ്റായിട്ട് നമ്മൾക്ക് പറയാം. അപ്പോൾ രസത്തിൽ നിന്നും രക്തത്തിലേക്ക് പുരോഗമനം, ആ ധാതുവിൻ്റെ പുരോഗമനം ഉണ്ടാകുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു ബാലൻസ്ഡ് അല്ല എങ്കിൽ അതിൻ്റെ മലമായിട്ടുള്ള പിത്തം രൂപാന്തരം പെടും എന്ന് പറയാം. അപ്പോൾ പിത്തം എന്ന് പറയുന്നത് ഈ പറയുന്ന രക്തധാതുവിൻ്റെ മലമാണ്. അതുപോലെ തന്നെ രക്തം എന്ന ധാതുവിൻ്റെ ഉപധാതുവായിട്ട് രക്തക്കുഴലുകളെ നമ്മൾക്കിവിടെ പറയാം. രക്തം കഴിഞ്ഞാൽ അടുത്തത് മാംസമാണ്. രക്തത്തിൽ നിന്നുമാണ് മാംസം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആഹാരത്തിൻ്റെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗമനത്തിലെ അടുത്ത ധാതു എന്ന് പറയുന്നത് മാംസമാണ്. മാംസത്തിൻ്റെ ഉപധാതുവാണ് ത്വക്കും വസയും. ത്വക്ക് എന്ന് പറയുന്നത് തൊലിയെ ആണ് ഉദ്ദേശിക്കുന്നത്. മാംസത്തിൻ്റെ ഉപധാതുവായിട്ട് നമ്മൾ തൊലിയെ പറയും. അതുപോലെ തന്നെ ഫാറ്റ്. ഈ മാംസത്തിൻ്റെ മലം ആയിട്ട് വരുന്നത് നേത്രമാല, കർണമാല, നാസമാല. അതായത് നമ്മൾ കണ്ണിലുള്ള ചീ എന്നൊക്കെ പറയാറുള്ളൂ. അതുപോലെ ചെവിയിലുള്ള ആ കായം, അതുപോലെ തന്നെ മൂക്കിലുള്ള ആ വിഷയങ്ങളൊക്കെ നമ്മളതിൻ്റെ മലമായിട്ട് പറയും. ഇതിൻ്റെ മാംസത്തിൻ്റെ മലമായിട്ടാണ് ഈ മൂന്ന് സംഗതികളെയും പറഞ്ഞിരിക്കുന്നത്. ഇത് മാംസം എന്ന ധാതുവിൻ്റെ ഉപധാതുവും അതുപോലെ തന്നെ മലവുമാണ്. മാംസത്തിൽ നിന്നുമാണ് മേധസ് ഉണ്ടാകുന്നത്. മേധസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാംസം അസ്ഥിയായി രൂപാന്തരം പ്രാപിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു സ്റ്റെപ്പാണ്. ഒരു തരം കൊഴുപ്പ് ആയിട്ട് അതിനെ പറയാം. അഡിപ്പോസ് ടിഷ്യൂ എന്നൊക്കെ നമ്മൾ പറയും. അത് ലൂബ്രിക്കൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതായത് മാംസത്തിനും അസ്ഥിക്കും ഇടയിലൊരു ലൂബ്രിക്കൻ്റ് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നു എന്ന് പറയാം. ഈ പറയുന്ന മേധസ്സിൻ്റെ ഉപധാതുക്കളാണ് സ്നായുക്കൾ എന്ന് പറയും. അതുപോലെ തന്നെ മേധസ്സിൻ്റെ
മലം ആണ് വിയർപ്പ്. ആ കൊഴുപ്പിൻ്റെ മലം ആയിട്ടാണ് വിയർപ്പിനെ നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. മേധസ് എന്ന് പറയുന്ന ധാതുവിൻ്റെ ഉപധാതുവാണ് സ്നായുക്കൾ, മലം ആണ് വിയർപ്പ്. മേധസ് എന്ന ധാതുവിൽ നിന്നുമാണ് അസ്ഥി ഉണ്ടാകുന്നത്. അസ്ഥി എന്ന ധാതു, അസ്ഥിയുടെ ഉപധാതുക്കളായിട്ട് നമ്മൾ പല്ലിനെയും തരുണാസ്ഥികളെയും ഒക്കെ പറയാറുണ്ട്. അസ്ഥിയുടെ മലം ആയിട്ടാണ് നമ്മളുടെ നഖത്തെയും രോമത്തെയും ഒക്കെ പരിഗണിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് അസ്ഥിയുടെ ഉപധാതുക്കളും മലവും വരുന്നത്. അസ്ഥിയിൽ നിന്നും മജ്ജ ഉണ്ടാകുന്നു. മജ്ജ അസ്ഥിക്കുള്ളിലാണ് എന്ന് നമ്മൾക്കറിയാം. അതിന് ഉപധാതുവും അതുപോലെ തന്നെ മലവും ഉള്ളതായിട്ട് പറയപ്പെടുന്നില്ല. മജ്ജയിൽ നിന്നും ശുക്ലം എന്ന ധാതു ഉണ്ടാകുന്നു. ശുക്ലം എന്ന ധാതു അതിൻ്റെ ഉപധാതുവായിട്ടാണ് നമ്മൾ ഓജസ്സിനെ പറയുന്നത്. ഒരു മനുഷ്യൻ്റെ, ഒരു പുരുഷൻ്റെ ഓജസ്, അതുപോലെ സ്ത്രീകളുടെ രജസ്, അതൊക്കെ ഈ ശുക്ലത്തിൻ്റെ ഉപധാതുവായിട്ട് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മലമില്ല, ശുക്ലത്തിന് മലം ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയും ആണ്. ഇത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ ആയുർവേദത്തിൽ വലിയൊരു അവഗാഹമുള്ള ആളല്ല, എൻ്റെ അറിവിനനുസരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ ഈ സപ്തധാതുക്കളും അവ ഗ്രഹങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് ഇരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മെഡിക്കൽ അസ്ട്രോളജിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ വളരെയധികം ഗുണം ചെയ്യും. ഇനി നമ്മൾക്കിത് ഓരോ ധാതുവും ഏതൊക്കെ ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിക്കാം. രസം എന്ന ധാതു ബുധനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് രസം എന്ന ധാതുവിൻ്റെ കാരകത്വം കൊടുത്തിരിക്കുന്നത് ബുധനാണ്. അതുപോലെ തന്നെ രക്തം എന്ന ധാതുവിൻ്റെ കാരകത്വം കൊടുത്തിരിക്കുന്നത് ചന്ദ്രനാണ്. ഈ ധാതുവിൻ്റെ ഈ അനലൈസിലാണ് പറയുന്നത്. അത് കഴിഞ്ഞ് മാംസത്തിൻ്റെ കാരകത്വം കൊടുത്തിരിക്കുന്നത് ശനിക്കാണ്. മാംസം കഴിഞ്ഞാൽ അടുത്തത് മേധസ്. മേധസ്സിൻ്റെ കാരകത്വം വ്യാഴത്തിനാണ് കൊടുത്തിരിക്കുന്നത്. മേധസ് കഴിഞ്ഞാൽ അസ്ഥി. അസ്ഥിയുടെ കാരകത്വം സൂര്യനാണ് കൊടുത്തിരിക്കുന്നത്. അസ്ഥി കഴിഞ്ഞാൽ മജ്ജ. മജ്ജയുടെ കാരകത്വം കൊടുത്തിരിക്കുന്നത് ചൊവ്വയ്ക്കാണ്. അത് കഴിഞ്ഞ് അവസാനത്തെ ധാതുവായിട്ടുള്ള ശുക്ലം. ശുക്ലത്തിൻ്റെ കാരകത്വം ശുക്രനാണ്. ഇങ്ങനെയാണ് നമ്മൾ ഓരോ ധാതുവും ഈ പറയുന്ന ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ ശരീര നിർമ്മാണ പ്രക്രിയയുടെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു പാഠമാണ് ആയുർവേദത്തിൽ. ഇതിലേതൊക്കെ ഗ്രഹങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട് എന്നനുസരിച്ചിട്ട് ആ മനുഷ്യൻ്റെ ആ ധാതുവിലുള്ള രൂപീകരണത്തിനും അതുമായി ബന്ധപ്പെട്ട അവയവങ്ങൾക്കുമൊക്കെ അല്ലെങ്കിൽ ആ ധാതുക്കൾക്കുമൊക്കെ പ്രയാസങ്ങളുണ്ട് എന്ന് നമുക്ക് സാമാന്യേന പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നൊരു ചെറിയ ക്ലാസ്സാണ്. ഇതൊരു അടിസ്ഥാന പാഠമാണ്, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ധാതുക്കളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ആയുർവേദ ഗ്രന്ഥങ്ങളൊക്കെ റെഫർ ചെയ്താൽ ലഭിക്കുന്നതാണ്. ഞാനിവിടെ അതിൻ്റെ ജ്യോതിഷപരമായിട്ടുള്ള ഒരു ബന്ധം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ പാഠം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത കണ്ടൻറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.